നമ്മുടെ അഖിലൻ ആർ ഡി ഫുൾ പവറോട് കൂടി തിരിച്ചു വന്ന് നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് നമുക്ക് പാസ് ചെയ്ത് തന്നിരിക്കുന്നത് കേട്ടോ. ആളൊരു ഫോട്ടോഗ്രാഫർ ആയിട്ടാണ് ഒരു സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഫ്രണ്ട് വരുന്നു, എൻ്റെ വീട്ടിൽ കൂടലാണ്, നീ തീർച്ചയായിട്ടും വരണം എന്ന് പറയുന്നു. ഓക്കേടാ ഞാൻ വരാമെന്നൊക്കെ പറയുന്നുണ്ട്. തൊട്ടടുത്ത അസിസ്റ്റന്റിനോട് ചോദിക്കുന്നുണ്ട് ഡേറ്റ് ഉണ്ടോന്ന്. ഓക്കെ, ഡേറ്റ് ഒക്കെ ഉണ്ട്, തീർച്ചയായിട്ടും എത്താമെന്ന് പറഞ്ഞപ്പോൾ ഇവൻ തന്നെ തിരിച്ചു വന്ന് പറയുകയാണ്, വീട്ടിൽ കൂടലിന് വരുന്ന സമയത്ത് നീ ക്യാമറ കൊണ്ടുവരണേന്ന്. എന്തൊരു സേഡാണല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. മുതലെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ആദ്യം വേണ്ട വിവരം എന്താണെന്നറിയാം നിങ്ങൾക്ക്? നമ്മളെ മുതലെടുക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളാ. അതായത് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാല് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി മാത്രം നമ്മളെ സ്നേഹിക്കുന്ന മുതലെടുപ്പുകാരായിട്ടുള്ള സുഹൃത്തുക്കളെ തിരിച്ചറിയുക, ചവിട്ടി അവരെ ഒഴിവാക്കുക. അപ്പൊ നമസ്കാരം ഗൈസ്. അപ്പൊ നമ്മളിപ്പോ ഈ വീഡിയോ കണ്ടു, അഖിലൻ ആർ ഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ അകത്ത് നമ്മൾ കണ്ടു ആ ഒരു ഫോട്ടോഷൂട്ടിങ്ങിന്റെ ആ ഒരു വീഡിയോ ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് ചെയ്തതാണ്. പക്ഷേ ചെറിയ സമയം കൊണ്ട് ഒരുപാട് മില്യൺ കണക്കിന് വ്യൂ നേടിയ ഒരു വീഡിയോ ആണ് ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെയാണ് ഇതിന്റെ സത്യാവസ്ഥയും. സത്യം പറഞ്ഞാൽ വളരെ ചെറിയ സമയം കൊണ്ട് വലിയ ഒരു എന്താ പറയുക ഒരു ഇൻഫർമേഷൻ ഈ ലോകത്തിന് പാസ് ചെയ്തിരിക്കുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ചുറ്റിലുമുണ്ട് ഒരുപാട് ചെറ്റകൾ നമ്മളെ ഇതുപോലെ മുതലെടുക്കാൻ. എന്തെങ്കിലും കാര്യത്തിന് വണ്ടിക്ക് വാഹനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ പൈസക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടിയോ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പരമചെറ്റകളായ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മുടെ ശ്രദ്ധയിൽ പെടുത്താനും കൂടെയാണ് ഇങ്ങനെയുള്ള വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ചിരിക്കൂ ചിരിക്കൂ എന്ന് പറയുന്നുണ്ട് ആ വീഡിയോസിൽ. എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളെ വിട്ടു പോകാനുള്ള ആൾക്കാരൊക്കെ നമ്മളെ വിട്ടു പോകും, അല്ലെങ്കിൽ നമ്മളെ ചതിക്കുന്ന ആൾക്കാരൊക്കെ നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കും. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തളരാതെ നമ്മൾ മുമ്പോട്ട് പോകണം എന്നുള്ളൊരു അർത്ഥവും കൂടി ഈ വീഡിയോൻ്റെ അകത്തുണ്ട്. ഇപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ഈ ഒരു ക്യാമറാമാനെ സങ്കല്പിച്ച് പറയുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ, വാസ്തവത്തിൽ സത്യം പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ചുറ്റിലും നടക്കുന്ന അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് വിചാരിച്ച് നിൽക്കുന്ന പല ചെറ്റകളും നിങ്ങളോട് ചെയ്യുന്ന ചതിയായിരിക്കും അത്. വാഹനമുള്ള ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരുപാട് ഫ്രണ്ട്സുകൾ അവരെ തേടി വരുന്ന ആൾക്കാരുണ്ട്. വാഹനമുള്ള ആൾക്കാരെ എന്താ സംഭവം എന്ന് വെച്ചാൽ അവർ സ്നേഹിക്കുന്നത് നിങ്ങളെയല്ല, നിങ്ങളുടെ വാഹനത്തിനെയാണ്. അപ്പോൾ നിങ്ങളുടെ കൂടെ പുറത്തു പോവുക, ചിലപ്പോൾ നിങ്ങൾക്ക് പെട്രോളൊക്കെ അടിച്ചു തരുന്ന ആൾക്കാർ പോലും ഉണ്ടാവും. അപ്പം നമ്മൾ ചില സമയത്ത് ചിന്തിക്കുന്നത് എന്താണ്, കുഴപ്പമില്ല, അവൻ എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് എൻ്റെ വണ്ടിയിൽ പെട്രോൾ അടിച്ചു തന്നു. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ സമയത്ത് അവൻ്റെ എന്തെങ്കിലും കാര്യങ്ങളും കൂടെ അവൻ നേടുന്നുണ്ടാവും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഫ്രണ്ട് നിങ്ങളുടെ കൂടെ വന്നു, ഉദാഹരണത്തിന് ഇപ്പോൾ അവൻ്റെ എന്തെങ്കിലും ഒരു കാര്യത്തിനായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ വണ്ടിയിൽ പെട്രോൾ അടിക്കുമ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കും, എൻ്റെ മഹത്തായ ഫ്രണ്ട് എന്നെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണെന്നുള്ള കാര്യം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാരെ, നമ്മളെ ഒരു കുട്ടിയെ പോലും നമ്മുടെ മുതലെടുക്കാൻ നമ്മൾ സമ്മതിക്കാൻ വേണ്ടി പാടില്ല. കാരണം നമ്മൾ ഒരുത്തൻ്റെയും ചെലവിൽ ജീവിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ നമ്മളെ മുതലെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ധർമ്മങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ ചുറ്റിലും ജീവിക്കുന്ന ഏതെങ്കിലും ഒരാൾ, നിങ്ങളുമായിട്ട് സൗഹൃദം നടിക്കുന്ന ഏതെങ്കിലും ഒരാൾ മുതലെടുപ്പിൻ്റെ പേരിൽ മാത്രമാണോ നിങ്ങളെ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. അത്തരത്തിലുള്ള ചെറ്റകളെ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ ചവിട്ടി അങ്ങോട്ട് പറഞ്ഞു വിടുക, ഇറങ്ങിപ്പോടാ നായിൻ്റെ മോനെന്ന് തന്നെ പറയുക. ഒരു രീതിയിൽ നിങ്ങൾ മടിക്കണ്ട. കാരണം ഇത്തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പുകൾ നിങ്ങൾ തുടർന്ന് കഴിഞ്ഞാൽ ഭാവിയിൽ അത് നിങ്ങൾക്ക് വലിയ രീതിയിൽ ദോഷം വരുത്തിക്കും, നല്ല രീതിക്ക് ദോഷം ഉണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ കൂടെ നടക്കുന്നതും അല്ലെങ്കിൽ നിങ്ങളുടെ പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും അവർ പല ഭയങ്കരമായിട്ടുള്ള ഐഡിയാസും പറഞ്ഞു തരുന്ന ആൾക്കാരാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. അത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, ഭയങ്കരമായ കാര്യങ്ങൾ പറയും, അങ്ങനെയാണ്, തേങ്ങയാണ്, മാങ്ങയാണ്, ചക്കയാണ്. എന്നാൽ അവർ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ലയിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതും നഷ്ടപ്പെടും, അവരവരുടെ കാര്യം നേടിയിട്ടും ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഈ ഒരു വീഡിയോസിലും സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഭയങ്കരമായിട്ടുള്ള കാര്യം, സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ചുറ്റിലുള്ള ആൾക്കാരെ പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നിങ്ങളെ അവർ മുതലെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം. ഈ മുതലെടുപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും അവൻ എൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു ഫ്രണ്ടാണ്, അവൻ എന്നോട് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ സെൻറ്റിമെൻറ്റ്സിന് ഒരു വിലയുമില്ല, ഒരു ദയാദാക്ഷിണ്യം ഇല്ലാതെ അവർ നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങൾക്കത് മനസ്സിലാവില്ല. കാരണം നിങ്ങൾക്ക് മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണ്? ആത്മാർത്ഥമായ രീതിയിൽ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അതാണ് ഈ ലോകം മൊത്തം അങ്ങനെയാണ്. കാരണം എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ മാത്രമേ അവർ മറ്റുള്ള ആൾക്കാരെ സ്നേഹിക്കൂ. എല്ലാവരും അല്ല കേട്ടോ, അല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്, ഞാൻ അല്ലാന്നൊന്നും പറയുന്നില്ല.
അത്തരത്തിലുള്ള ആൾക്കാരാണ് നിങ്ങളുടെ കൂടെ ഉള്ളതെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അവരെ ഒഴിവാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ അവരെ നമ്മൾ കണ്ടെത്തണം. അവരെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അത്തരത്തിലുള്ള സ്വഭാവമുള്ള ആൾക്കാരാണ്. ഉദാഹരണത്തിന് ഇപ്പം നിങ്ങളുടെ വണ്ടി മാത്രം എപ്പോഴും ചോദിച്ചു വരുന്ന ഒരാൾ, ഓക്കെ, സപ്പോസ് അവർക്കൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർ പിന്നെ നിങ്ങളെ തിരിഞ്ഞു നോക്കുകയില്ല, നിങ്ങളുടെ വഴിക്ക് വരില്ല. അവർ നിങ്ങളുടെ കയ്യിൽ വണ്ടി ഉണ്ടായിരിക്കുമ്പോൾ അവരുടെ ആവശ്യമാണ് നിങ്ങളെ ബന്ധപ്പെടുക എന്നുള്ളതും ചിലപ്പോൾ നിങ്ങൾക്ക് പെട്രോൾ അടിച്ചു തരിക എന്നുള്ളതും. ഓക്കെ, ഇനി ഇതൊക്കെ കഴിഞ്ഞ് അവരുടെ കയ്യിലൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ അവർ നിങ്ങളെ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. ഇതുപോലെ തന്നെയാണ് മറ്റു പല കാര്യങ്ങളും. നിങ്ങളെ കൊണ്ട് അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ വന്ന് ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ അവർ എപ്പോഴും നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് പുലർത്തിക്കൊണ്ടേയിരിക്കും. ഇൻ കേസ് നിങ്ങളെ കൊണ്ടൊരു സുപ്രഭാതത്തിൽ അവർക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇല്ലയെന്ന് കണ്ടു കഴിഞ്ഞാൽ കളഞ്ഞിട്ട് പോവും. അപ്പോൾ ചെറിയൊരു വീഡിയോയിൽ ഒതുക്കി അഖിൽ NRD ചെയ്ത ഈ ഒരു ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ മൊത്തം ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരു മാതൃകയായിട്ടും കൂടെയാണ്. കാരണം അനാവശ്യമായ രീതിയിൽ നമ്മൾ ആർക്ക് വേണ്ടിയും ഒന്നും ത്യജിക്കേണ്ട ആവശ്യമില്ല. അനാവശ്യമായ രീതിയിൽ നമ്മൾ ആർക്ക് വേണ്ടിയും ഒരു ഉപകാരവും അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടിക്കൊണ്ട് നമ്മൾ ആർക്കും ഒന്നും ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ നമ്മളെ പച്ചക്ക് വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രകൃതി അല്ലെങ്കിൽ മനുഷ്യ കുലം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. കാരണം ഓസിയായിട്ട് എത്രത്തോളം കിട്ടാൻ പറ്റുമോ അത്രത്തോളം അടിച്ചു മാറ്റാൻ നോക്കും. അതിനിപ്പോൾ അത് ഉറ്റ ഫ്രണ്ടിനെ ആയാലും ശരി ആരെയായാലും ശരി അവർക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. സ്വന്തം കുടുംബത്തിൽ പോലും ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് പൈസയൊക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുക നമ്മളെ ആരെങ്കിലും മുതലെടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം. ഈ ലോകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ആദ്യം വേണ്ട ഒരു വിവരം എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മളെ അനാവശ്യമായിട്ട് ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ അത് നമ്മൾ മനസ്സിലാക്കുക. അത്തരത്തിലുള്ള ആൾക്കാരുമായിട്ട് ബന്ധമേ നമ്മൾ വെക്കാണ്ടിരിക്കുക. അതാണ് നമ്മൾ ഈ ലോകത്ത് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു വിവരം എന്ന് പറഞ്ഞാൽ. ഈ ഒരു വിവരം ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് ഓക്കെയാണ്.